ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 5:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് വ്യാഴാഴ്ച ദിവസം കേട്ടോ. ഇപ്പോൾ ഇന്ന് എനിക്ക് വിളക്ക് വെക്കണ ദിവസം രാവിലെ. അപ്പം നമുക്ക് രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് വിളക്ക് വെക്കണം. അപ്പം ഇന്നലെ രാത്രിയിലാണെങ്കിൽ നല്ല ഉറക്കമൊന്നും സെറ്റായിട്ടില്ല കേട്ടോ. മോനാണെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പ് കുറുക്ക് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവനിപ്പോൾ 6 മാസം ആവാനായി. അപ്പം കുറുക്ക് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് ഉറക്കം ശരിയായിട്ടില്ല കേട്ടോ. വയറിന് പിടിച്ച് വരണമല്ലോ. അപ്പോൾ വയറിന് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ രാത്രി നല്ല അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉറക്കമൊന്നും ശരിയായിട്ടില്ല. എന്നാലും രാവിലെ വിളക്ക് വെക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എണീറ്റതാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ബ്രഷൊക്കെ ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടി കയറാം കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ട് കേട്ടോ ട്രൈപോഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഓരോരോ ദിവസം ഓരോരോ പരീക്ഷണം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് സമയം ഒരുപാട് പോകും കേട്ടോ. ഇന്ന് ഏട്ടന് ഓഫീസിൽ ചോറൊന്നും കൊണ്ടുപോകാത്ത ദിവസമാണ്. എന്ന് വെച്ചാൽ ഇന്ന് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈപോഡൊന്നും വെച്ചിട്ട് സെറ്റാക്കാത്തത്. അപ്പം ഞാൻ കുളിച്ച് ദാണ്ട് ഫ്രഷായി. ഇനി നമുക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കിണ്ടി വെള്ളം പിടിക്കും കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് കുറച്ച് തുളസിയും കൂടെ പറിച്ചെടുക്കാം. രാവിലെ ആണെങ്കിൽ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നല്ല കിളിയുടെ സൗണ്ട്. ഈ സമയത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ല കിളിയുടെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. അപ്പം നമുക്ക് വിളക്ക് കത്തിച്ച് ഒന്ന് നാമം ചോദിച്ചിട്ട് പോരാ കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ വ്രതം എടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ടും കൂടെ കേട്ടോ രാവിലെ വിളക്കൊക്കെ കത്തിക്കുന്നത്. ആഴ്ച ഒരിക്കലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നത് നല്ലതാണല്ലോ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പം മുതൽ പറ്റുന്ന വ്യാഴാഴ്ചകളെല്ലാം ചെയ്യാറുള്ളതാണ് കേട്ടോ. അല്ലാതെ യൂട്യൂബിന് വേണ്ടി ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ട് മാത്രം ഇത് കാണിക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളേ. പിന്നെ ഇത് സെൽഫി ക്യാമറ ഉണ്ട് കേട്ടോ ഇടതുവശമായിട്ട് തോന്നുന്നത്. ഞാൻ വലത്തെ കൈ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതി കേട്ടോ. പിന്നെ ഞാൻ വിഷ്ണു സഹസ്രനാമോട് ജപിച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് പോയി. അപ്പോഴത്തേനും ഇവിടെ അമ്മയുടെ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പാടില്ല കേട്ടോ. രാവിലെ അടുക്കളയിൽ ജനച്ച് കയറുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ രാവിലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വേണമായിരുന്നു തീയൊക്കെ കത്തിക്കാൻ. അതുകൊണ്ട് ഇപ്പം ആച്ചി ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആച്ചി രാവിലെ തീയൊക്കെ കത്തിച്ചിട്ടോ ഞാൻ വരുന്ന സമയമുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ കുളിച്ച് കഴിഞ്ഞുകൊണ്ട് വിശപ്പുമായി. അപ്പോഴത്തേനും അച്ഛൻ വന്ന് പാലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതിയെങ്കിൽ ചായ ഇട്ട് കുടിച്ചിട്ടാട്ടെ ബാക്കിയെന്ന് കരുതിയിട്ട്. അതുപോലെ ഇന്ന് വലിയ ധൃതിയൊന്നുമില്ല. അപ്പോൾ രാവിലെ ഞാൻ അടയാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഗോതമ്പിൻ്റെ സാധനം വേണം രാവിലെ കഴിക്കാൻ. അതുകൊണ്ട് അടയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഏട്ടനും അമ്മയ്ക്കൊന്നും വേണ്ട. ഞങ്ങൾ മാത്രം എനിക്കും മോക്കും ജാനുവച്ചിക്കും മാത്രം മതി കേട്ടോ രാവിലത്തേത്. പിന്നെ അച്ഛനും വേണം. അച്ഛൻ കഴിക്കാതെ പോയി. പണിയിൽ തൊഴിലുറപ്പുള്ള ദിവസം. അപ്പം തൊഴിലുറപ്പുള്ളതുകൊണ്ട് കഴിക്കാതെ അങ്ങ് പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം മതി ഇത്. ഇപ്പം ഞാൻ ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടെ ആക്കുന്നത്. ഞങ്ങളെ കഴിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ മാവ് നമുക്ക് ശർക്കരയട ഉണ്ടാക്കുന്നത്. ഇവിടെ ആണെങ്കിൽ മറ്റേ ചമ്മന്തി വെച്ചിട്ടും അല്ലെങ്കിൽ മീനട അങ്ങനെയൊക്കെ ആക്കാറ് കേട്ടോ. ഞാൻ വന്ന പിന്നെ തോന്നുന്നു ഇവിടെ ശർക്കര അടയൊക്കെ ആക്കുന്നത്. ശർക്കര അല്ലെങ്കിൽ മറ്റേ പഞ്ചസാര. എനിക്കിഷ്ടം കൂടുതലിഷ്ടം പഞ്ചസാര കേട്ടോ. പിന്നെ ഇവർക്ക് ശർക്കര ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല ഞാൻ ശർക്കര എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്കകത്തോട്ട് ഞാൻ ആവശ്യത്തിന് തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പാലിനകത്തോട്ട് ആവശ്യത്തിന് തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. മോൾക്കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറേ ഒരു 2-3-4 മിനിറ്റ് കൂടെ വീണ്ടും ഒന്നുകൂടെ വേവിച്ചെടുക്കും കേട്ടോ. അത് സിമ്മിനകത്താക്കിയിട്ട് ദാണ്ട് എനിക്കുള്ള ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചായ കുടിച്ചിട്ടാകാം ബാക്കി. ഇതാ നമ്മുടെ അടയ്ക്ക് ആവശ്യമുള്ള തേങ്ങയും ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ശർക്കര ചിരണ്ടുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എപ്പോഴത്തേനും അമ്മയെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാണിക്കേണ്ട ദിവസം ഞാൻ പറഞ്ഞില്ലേ. അപ്പം അമ്മയും അമ്മയുടെ മൂത്ത ചേച്ചിയും കൂടെ പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇതിൻ്റെ താഴെയൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ കൈ പിടിച്ച് കൊടുക്കും. താഴോട്ട് നല്ല തെന്നുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പം കൈ പിടിച്ച് കൊടുക്കും. താഴെ ഇറങ്ങി കാറിൽ കയറുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ റെക്കോർഡ് ഓണാക്കാതെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പം പിന്നെ അത് കണ്ടിട്ട് ഞാൻ ചിരിച്ചിട്ട് മേലോട്ട് കയറും കേട്ടോ. ഞാൻ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് അവർ പോകുന്നത്. അപ്പോൾ മക്കൾ ഉണർന്നിട്ടില്ലായിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ കരുതി അവർ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ അടയൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ വലിയ ബഹളം ഇല്ലാതെ പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് നമ്മുടെ ഏലക്കകത്തോട്ട് എല്ലാം പരത്തി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ എന്ത് ചെയ്യുന്നോ, തേങ്ങ ഇടുന്നതിന് മുമ്പ് ആ ഏലക്കകത്ത് എല്ലാം പരത്തി വെക്കും കേട്ടോ. കാരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് പരത്തുക, പിന്നെ തേങ്ങ ഇടുക, അതെനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാം കൂടെ പരത്തി വെച്ചിട്ട് പിന്നെ നിരത്തി അങ്ങ് വെച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് ഞാൻ മടക്കിയിട്ട് അങ്ങ് വെക്കത്തേ ഉള്ളൂ കേട്ടോ. തേങ്ങ ഒന്നിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ തേങ്ങയും ശർക്കരയും ഇങ്ങനെ കൈ പറ്റിയിരിക്കുമല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുമല്ല ഇതാകുമ്പോൾ എളുപ്പ പണിയാണ്, പെട്ടെന്ന് കഴിയും. അപ്പം ഞാൻ എല്ലാ ശർക്കരയും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. മധുരമുള്ള സാധനങ്ങളിൽ ഇവിടെ എല്ലാവർക്കും മധുരത്തോട് നല്ല താല്പര്യമാണ്. എനിക്കേ ഉള്ളെന്ന് തോന്നി ഇവിടെ അങ്ങനെ മധുരത്തോട് താല്പര്യമില്ലാത്തത്. ബാക്കി എല്ലാവർക്കും നല്ല താല്പര്യം. പിന്നെ മോൾക്കും ഇഷ്ടമല്ല കേട്ടോ ഒരുപാട് മധുരം. അവൾക്ക് ഇങ്ങനെ അടാന്നുള്ള സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. എല്ലാ ദിവസവും ഒന്നും കഴിക്കത്തില്ല. ഒരുപാട് ദിവസം കൂടി ഇരുന്നിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കഴിക്കുമെന്നല്ലാതെ കഴിക്കത്തില്ല. അപ്പം നമുക്ക് അതെല്ലാം നിരത്തിയതെല്ലാം കൂടെ നമുക്ക് മടക്കി വെച്ചിട്ട് നമുക്കിനി ആവിയിലോട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഞാൻ ഇഡലിക്കുട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നിരത്തി വെക്കാം. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ വീട്ടിലിങ്ങനെ ആവി കയറ്റിയെടുക്കുന്നതിന് വത്സെന്നാണ് പറയുന്നത് കേട്ടോ. എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ വത്സെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളിങ്ങനെ ചുട്ടെടുക്കത്തില്ലേ, കല്ലിൻ്റെ മേലിൽ ഇങ്ങനെ ഇട്ടിട്ട് ചുട്ടെടുക്കുന്നതിന് ഞങ്ങൾ ഓട്ടടാന്ന് പറയും. പക്ഷേ ഇവിടെ ഓട്ടടാന്ന് പറഞ്ഞാൽ വേറെ സംഭവം കേട്ടോ. ഓട്ടടാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ചട്ടിയുണ്ട്. അതിനകത്ത് ഇങ്ങനെ മാവ് ഒഴിച്ചിട്ട് അങ്ങനെ മറ്റോ ചുട്ടെടുക്കുന്നതിന് ഇവിടെ ഓട്ടടാന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് ഇവിടെ പറയുന്ന പോലെ ഇവിടെ ഞാൻ അടാന്ന് പറയുന്നത് കേട്ടോ. വീട്ടിലാകുമ്പോൾ വിളിച്ചിട്ട് വത്സെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ എന്താ കഴിക്കാന്ന് ചോദിച്ചാൽ. അപ്പോഴത്തേനും മക്കൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. മോള് അതിന് മുമ്പേ എണീറ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മോനും എണീറ്റിട്ടുണ്ട്. പിന്നെ ഇവനാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വന്ന് നോക്കാതിരുന്ന അവൻ കുറേ നേരം കിടന്നോളൂ കേട്ടോ. ഞാനങ്ങനെ വന്നിട്ട് എത്തി നോക്കുവാണെങ്കിൽ അവന് ഭയങ്കര പ്രശ്നം. ഗുഡ് മോർണിംഗ് പറ. കാച്ചി ഗുഡ് മോർണിംഗ്. അമ്മയുടെ തുഞ്ഞ ഗുഡ് മോർണിംഗ്. ഓ അവള് കോശപ്പുഞ്ചിരിയാണോ? അവന് പിന്നെ അവൻ്റെ ചേച്ചിയുടെ മുഖം കണ്ട അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ആ പ്രധാന ഹോബി. പിന്നെ ഞാൻ മുടിയിൽ ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ എനിക്കാണെങ്കിൽ ഇപ്പം രണ്ടാമത്തെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല പോലെ മുടി കൊഴിയുന്നുണ്ട്. തൊട്ടാൽ മുടി പോവും, അതുപോലെ പോകുന്നത്. ഞാൻ എപ്പോഴും പറയും കേട്ടോ, ഇങ്ങനെ പൊഴിഞ്ഞാൽ ഞാൻ അധികം വൈകാതെ മുട്ടയാവുമെന്ന്. പിന്നെ അവൾ പുറത്തിറങ്ങി പൂച്ച കളിപ്പിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വാഷിംഗ് മെഷീനകത്ത് ഇന്നലെ ഇട്ട തുണി കേട്ടോ. ഇന്നലെ ഇട്ട തുണി എടുത്തിട്ട് ഇപ്പം വിരിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ മഴയായതുകൊണ്ട് എപ്പം വിരിച്ചിട്ടാലും വലിയ പെട്ടെന്ന് ഉണങ്ങി കിട്ടലൊന്നുമില്ല. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനകത്ത് ഇടുമ്പോൾ കുറച്ച് ഡ്രൈ ആയി കിട്ടുമല്ലോ. പിന്നെ ഇതിനകത്ത് മക്കളുടെ തുണിയാട്ടോ ഇട്ടേക്കുന്നത്. ഇനി ഞാൻ അവളെല്ലാം എനിക്ക് പറക്കി തരും കേട്ടോ വിരിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്രയും തുണിയാണ്, അത് ഞങ്ങൾക്ക് വിരിച്ച് കഴിയണം. അതിനകത്ത് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അത് വിരിച്ച് ഞാനെല്ലാം കഴിഞ്ഞിട്ട് ദാണ്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇന്നലെ അച്ഛൻ തൊഴിലുറപ്പിന് പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നത് കേട്ടോ. നല്ല വഴുതനങ്ങ. എന്നിട്ട് കുഞ്ഞി വഴുതനങ്ങയുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പം ഞാൻ അതിൻ്റെ ആദ്യമേ എടുത്തപ്പം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് എടുത്തതാണ് കേട്ടോ. ആച്ചയാണെങ്കിൽ അത് അരിയാൻ വേണ്ടിയിട്ട് ഇരിക്കുക. എന്താ അതിമ്മ കാണുന്നേ? വേറെ വെച്ചുതരാം, കൊച്ചു വെച്ചട്ടെ. അവൾക്ക് ഞാൻ കുറച്ച് ഡോറ ബുജ്ജി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേനും ആച്ചി ഇവിടെ അരിയാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ ഇവിടെ നമ്മൾ വെള്ളം കുടിക്കാനുള്ള വെള്ളത്തിനകത്ത് ഇച്ചിരി കരിങ്ങാലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ സാധാരണ അല്ലാതെ തിളപ്പിച്ചെടുക്കുക മാത്രമേ ചെയ്യാറുള്ളായിരുന്നു. ഇപ്പോൾ ഏട്ടനാണെങ്കിൽ അതിന് എന്തെങ്കിലും ചൊവ വേണം, അല്ലെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ജീരകം തീർന്നുകൊണ്ട് എന്തെങ്കിലും ചൊവ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരിങ്ങാലിപ്പൊടി ഇടുന്നത് കേട്ടോ. നമ്മുടെ അല്ല അട വെന്തിട്ടുണ്ട്. ഇത് ഞാൻ തുണി വിരിക്കുന്നതിന് മുമ്പ് ആയി കിടന്ന തുണി അല്ലാണ്ട് പറക്കി കട്ടിലിന് വെളി കൊണ്ടിട്ട് കേട്ടോ. മക്കളുടെ തുണി തന്നെ അതിനകത്ത് അവിടെ ഇടുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെക്കാം. ഞാൻ ഇങ്ങനെ ഒരുപാട് കൂട്ടിയെടുത്തില്ല കേട്ടോ തുണി മടക്കാനുള്ളത്. അപ്പോൾ ഉള്ളതെല്ലാം മക്കളുടെ ആയാലും ഞങ്ങളുടെ ആയാലും അപ്പോൾ ഉള്ളതെല്ലാം മടക്കി വെക്കും. ഇല്ലെങ്കിൽ ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മടി കേട്ടോ എനിക്ക് മടക്കാൻ. ഭയങ്കര മടി മാത്രമല്ല, അത് പിന്നെ ഇരട്ടി പണിയാണല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ അയന്ന് എടുക്കുമ്പോഴേ മടക്കിക്കൊണ്ട് വരും. ഇത് മക്കളുടെ ആകുമ്പം പിന്നെ ഓരോന്നും ഉള്ളി പറക്കണ്ടേ. അതുകൊണ്ട് പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് അങ്ങ് മടക്കിയെടുക്കും. ഇനി കൂട്ടി എല്ലാ ദിവസം 2-3 ദിവസം ഒന്നും വെച്ചേക്കത്തില്ല കേട്ടോ. ഇതെല്ലാം മടക്കി ഞാൻ ഒതുക്കി അവരവരുടെ പെട്ടിക്കകത്ത് ഓരോരുത്തർക്കും ഓരോ പെട്ടിയുണ്ട് കേട്ടോ, അതിനകത്ത് എടുത്ത് വെച്ചേക്കും. ഇതൊക്കെ പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസം കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഹോം ടൂർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം ചെയ്യുന്നുണ്ട്. ഏട്ടനോട് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും എടുത്തു തരണമല്ലോ. അതുകൊണ്ട് ഏട്ടനോട് ഓഫീസിൽ പോകണ്ടാത്ത ഒരു ദിവസം എല്ലാം കൂടെ ആക്കിയിട്ട് തട്ടിക്കൂട്ടി ഒന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒന്നതിൻ്റെ കൂടെ മഴയും കൂടെ അല്ലേ, മഴയും കൂടെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ പോവാന് അങ്ങനെ മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അവനാണെങ്കിൽ രാവിലെ കുളിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. അവന് കറക്റ്റ് സമയത്തിന് എല്ലാം ചെയ്യണം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവക്കാണെങ്കിൽ ഈ അടയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. 2-3 വാ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വാ തുറക്കുന്നില്ലായിരുന്നു. പിന്നെ വലിയ നിർബന്ധിക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. രാവിലെ മിക്കവാറും ഇത് തന്നെ അവസ്ഥ. അവൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അവൾ കഴിക്കാറുള്ളൂ. പിന്നെ ഞാൻ കരുതിയെങ്കിൽ ഞാൻ കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അട ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ശർക്കരയും തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർന്നു പോയായിരുന്നു കേട്ടോ. അത് തീർന്നപ്പോൾ ഞാൻ പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയിട്ട് അതിനകത്തൊരു കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് എടുത്തു. ഞാൻ പറഞ്ഞില്ലേ എനിക്കതാ കൂടുതൽ ഇഷ്ടം ശർക്കരയെക്കാളും. അപ്പോൾ അങ്ങനെ 2-3 ബാലൻസ് വന്നത് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ഓരോന്നും വീതം എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര ഇട്ട് ഒരെണ്ണവും പഞ്ചസാര ഇട്ട് ഓരോന്നും വീതം എടുത്തു കേട്ടോ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പഞ്ചസാര ഇട്ടത് കേട്ടോ. എനിക്കതാ ഇഷ്ടമായതുകൊണ്ടായിരിക്കും. പിന്നെ അപ്പോഴത്തേനും മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുണ്ടോ, അവൾ ആ മരുന്നിൻ്റെ കുപ്പിയെല്ലാം എടുത്ത് നേരത്തെ അവൾ കളി തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഇനി ഞങ്ങൾക്ക് കുളിക്കണം, പിന്നെ ഇവന് കുറുക്കുണ്ടാക്കണം കേട്ടോ. അപ്പം അവൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. അപ്പോൾ അവൾക്ക് മുട്ടയുണ്ടാക്കിയിട്ട് അവന് കുറുക്കുണ്ടാക്കാമെന്ന് കരുതിയിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു 2 മുട്ട എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അവൾക്കൊരു ഓംപ്ലേറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാമെന്ന് കരുതി എടുത്തതാണ്. ഇത് ഫുള്ളൊന്നും കഴിക്കത്തില്ല ചട്ടി, എന്നാലും കുറച്ച് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മുട്ട അങ്ങനെ 2 മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്നു കേട്ടോ കഴിച്ചിട്ട്. ബാക്കി വന്ന് ഞാൻ ഏട്ടനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഞാനാണെങ്കിൽ ഇത് നോൺ വെജ് ഒന്നും കഴിക്കാത്ത ദിവസമാണ്. അപ്പം മുട്ടയൊന്നും കഴിച്ചുകൂടാമല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിച്ച് തീർത്തേനെ. പിന്നെ ബാക്കി ഞാൻ എടുത്ത് വെച്ചു ഏട്ടന് കൊടുക്കാൻ. പിന്നെ അത് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണോ വേണോ കാണിക്കാം. അങ്ങനെ പറയില്ലേടി, 2 പാപ്പാടി മൊട്ട. ആവട്ടെ, ആയിട്ടാകുമ്പോൾ തരാം കേട്ടോ. ആന മോലെ പാപ്പോ അവൾക്ക് പിന്നെ അങ്ങനെ പണിയാൻ എന്തെങ്കിലും കിട്ടിയ കഴിഞ്ഞാൽ പിന്നെ അതും കൊണ്ടിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം കിട്ടിയേക്കുന്ന എണ്ണ തൂക്കുന്ന സാധനം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തപ്പിയെടുക്കും. ഒന്നീ മിക്സിയുടെ അടപ്പ് അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കാൻ. തേങ്ങ അതൊക്കെ കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ.
പിന്നെ ഇതാണെങ്കിൽ മോന് കുറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂരകം നമ്മുടെ എന്താണ് പറയുക ഇവിടെയൊക്കെ മുത്താറി എന്നാട്ടോ പറയുന്നത്. അപ്പം ഞാൻ കൂരകം അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുക കേട്ടോ. അത് ഞാൻ ഒന്നിച്ച് മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ട് പിന്നെ കുറേ എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആവശ്യത്തിന് അവന് 2-3 സ്പൂൺ മതിയല്ലോ. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് അവന് കാച്ചുന്നത്. എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് വെച്ച് ചൂടാക്കി എടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ഇടുന്ന പനങ്കൽക്കണ്ടാണ്. പനങ്കൽക്കണ്ട് ഇട്ടിട്ടാണ് അവൻ എടുക്കുന്നത്. പിന്നെ മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ശർക്കരയൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഇവന് ഞാൻ അങ്ങനെ വലിയ മധുരമൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവന് ഈ പനങ്കൽക്കണ്ടത്തിൻ്റെ ചെറിയ മധുരം മാത്രമേ ഇപ്പോൾ 2-3 ദിവസമായിട്ടേ ഉള്ളൂ കുറുക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് സിമ്മിനകത്തിട്ടിട്ട് വേണം നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം. അത്യാവശ്യം നല്ലപോലെ കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ കൂരകം. അപ്പം ഇവനിപ്പം തേങ്ങാപ്പാലോ അല്ലാതെ പാലോ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടെ കുറുക്കാത്തത്. അല്ലാതെ ഇവിടെ എല്ലാവരും കഴിക്കുന്നത് കേട്ടോ ഈ സാധനം. അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് ഇവിടെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കുറുക്കി കൊടുക്കാറുണ്ട്. അതിനകത്ത് പിന്നെ ശർക്കര ഇടാറ്. ഇതിപ്പം അവന് മാത്രമായതുകൊണ്ട് ഞാനത് ഇച്ചിരി നെയ്യും ഒഴിച്ച് പനങ്കൽക്കണ്ടം കൂടെ ചേർത്തിട്ട് കുറുക്കിയെടുക്കുക ചെയ്യാറ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2-3 ദിവസമായതേ ഉള്ളൂ അവനിപ്പം തുടങ്ങി വെച്ചിട്ട്. ഈ പാകത്തിന് ഞാൻ കുറുക്കിയെടുക്കാറ്. അപ്പോൾ 2-3 ദിവസമായതേ ഉള്ളൂ തുടങ്ങി വെച്ചിട്ട്. അപ്പോൾ അതിന് രാത്രിയിൽ അവന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. 2 ദിവസമൊക്കെ എന്തായാലും ബുദ്ധിമുട്ടൊക്കെ കാണും. അപ്പോൾ നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അവന് കുറുക്ക് കൊടുക്കാൻ. പിന്നെ ഇത് എല്ലാവരും കഴിക്കുന്നത് നല്ലതാട്ടോ. അയൺ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണല്ലോ. അപ്പം നല്ലതാണ് കഴിച്ചാൽ, ആരോഗ്യത്തിന് നല്ലതാണ്. എല്ലിനും പല്ലിനൊക്കെ നല്ല ബലം വെക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ആണെങ്കിൽ മോക്കാണെങ്കിൽ ഇഷ്ടമല്ല കേട്ടോ. മോക്ക് അവൾ ഒരു സ്പൂണിൽ ഒരു സ്പൂണൊക്കെ ഒന്ന് നക്കി നോക്കുന്നല്ലാതെ അവൾ കഴിക്കത്തില്ല. അവൾ കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ അവൾ കഴിക്കത്തില്ല. പിന്നെ ഞാൻ എടുത്തോണ്ടിരുന്നപ്പോൾ ആ സ്പൂൺ അവൾ വാങ്ങിച്ചോണ്ട് പോയിട്ടോ. അതാണ് ഞാൻ പിന്നെ കൈ കൊണ്ടാക്കിയത്. ഇവനാണെങ്കിൽ ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അല്ലേ ടേസ്റ്റ് ഒന്നും പിടിച്ചു തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ പശുവും പാലൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ ചേച്ചി അവർ പറയും കേട്ടോ പശുവും പാലൊക്കെ ചേർത്ത് കൊടുക്കാൻ. പക്ഷെ ഞാൻ പശുവും പാലൊന്നും ചേർത്ത് കൊടുക്കത്തില്ല. കാരണം അത്ര നല്ല സാധനമല്ല. അതിൻ്റെ കൂടെ കഫക്കെട്ട് പെട്ടെന്നുണ്ടാവുമല്ലോ കുഞ്ഞുങ്ങൾക്ക്. ഇതല്ലേ കൊച്ചോ? കൊച്ചു ചുണ്ടടിയായോ? എവിടെയാ പോന്നേ? മീൻ വാങ്ങിക്കാൻ നീ രണ്ടാൻ പോവോ? ദൈവമേ, നീ വലിയ കുഞ്ഞാണോ? മീമി വരട്ടെ, നമുക്ക് പോവാം. മീൻകാർ വരുന്ന നോക്കി നിന്നേ കേട്ടോ. പക്ഷെ മീനൊന്നും കിട്ടിയില്ല അന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് വ്രതമായതുകൊണ്ട് പിന്നെ മീൻ വാങ്ങിക്കാൻ വലിയ ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വഴുതനങ്ങ തോരനും ചമ്മന്തിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം മതിയല്ലോ ചോറ്, അതുകൊണ്ട് വലിയ കൂട്ടാനൊന്നും ആക്കിയില്ല. ഇവക്കാണെങ്കിൽ ഞാൻ പാൽക്കഞ്ഞി ആക്കി കൊടുത്തു. കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. ആള് ചോറ് കഴിക്കാൻ ഭയങ്കര മടിച്ചിയാണ്, അതുകൊണ്ട് കുറച്ച് പാടാ. എന്നാലും ഈ പാൽക്കഞ്ഞി ആക്കി കൊടുക്കണം. ഇടയ്ക്ക് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുവാണെങ്കിൽ അവളങ്ങ് കുടിച്ചോളൂ. തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് അങ്ങ് കൊടുക്കും. അപ്പോൾ അവളത് കുടിച്ചോണ്ടിരുന്ന സമയത്ത് അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ് പാപ്പാ. നോ പാപ്പാ. നോ പാപ്പാ. ജോണി eating sugar, telling lies. അല്ല, നോ പാപ്പ. Open your mouth. Good girl. അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ഉറങ്ങി കേട്ടോ. ഉറങ്ങി ഞാൻ അവർ എണീക്കാറായപ്പോഴേ ഞാൻ പിന്നെ എഴുന്നേറ്റ് പോയി ചായ ഇടാൻ വേണ്ടിയിട്ട് ആക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവർ വന്നപ്പം അവൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. പോപ്കോണും പിന്നെ എന്തോ ബിങ്കോ എന്തോ ലേസ് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ചോളം കൊടുക്കാമെന്ന് കരുതി. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ചോളം. അപ്പോൾ അത് കൊടുക്കാമെന്ന് കരുതി ചായക്ക്. അതാകുമ്പോൾ അതും കഴിച്ചോളുമല്ലോ. ചായ അതോടെ കഴിച്ചു. ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ആച്ചിയുടെ ആയിരിക്കാം മോന്. കണ്ടോ, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ചേച്ചിയെ കണ്ടതിനെ പിന്നെ ചേച്ചിയുടെ സൗന്ദര്യം ആസ്വദിക്കല പ്രധാന പണി. പിന്നെ ഞാൻ TV വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചായയും കുടിച്ച് TV കണ്ടോണ്ടിരിക്കുക. അവൻ വാങ്ങിക്കാൻ റെഡിയായി നിൽക്കുക.
എന്നാ വാശി ഇന്നെ മോനാകാം. അമ്മയ്ക്കില്ല അമ്മയ്ക്കില്ല. കാച്ചിക്കാം അച്ഛൻ ഇത് പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ആസ് യൂഷ്വൽ ഞാൻ വിളക്ക് കത്തിക്കൽ നാമജപിക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ ആയിരിക്കും ആ സമയത്തുള്ളത്. പിന്നെ ഏട്ടൻ വന്നിട്ടുള്ള കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല വൈകിട്ട് അരിയാഹാരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പൊറോട്ട വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പൊറോട്ട വാങ്ങിച്ചു. അപ്പോൾ നമുക്കൊരു തട്ടിക്കൂട്ട് ഒരു ഉള്ളിക്കറിയും കൂടെ ആക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ബ്രെഡും കുറച്ച് തക്കാളിയും അതുപോലെ ഉള്ളിയും അതുപോലെ മാങ്ങ മോൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മാങ്ങ പഴുത്തത് മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ അത് കണ്ടിട്ട് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വന്നു. ഇതുണ്ടല്ലോ പനം കൽക്കണ്ടം. ഇതിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഭയങ്കര വില കേട്ടോ. ആ ഒരു ചെറിയ പാക്കറ്റിന് എത്ര 90 രൂപ എങ്ങാണ്ടാ. പക്ഷെ അല്ലാതെ തൂക്കി വാങ്ങിക്കാം അങ്ങാടിക്കടയിൽ നിന്ന്. ഞാൻ ഏട്ടനോട് പ്രത്യേകം പറഞ്ഞു അങ്ങാടിക്കടയിൽ നിന്ന് തൂക്കി വാങ്ങിച്ചാൽ അതിന് നല്ല വിലയില്ല, തൂക്കിയാകുമ്പോൾ ഒരുപാട് കിട്ടുകയും ചെയ്യും. അത് സമയമില്ലാത്തതുകൊണ്ട് അന്ന് മഴയായിരുന്നു തോന്നുന്നു ആ സമയത്ത്. അപ്പം സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നേ. അപ്പം ഞാൻ ഉള്ളിക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മസാലപ്പൊടി ഇല്ലാത്തതുകൊണ്ട് മറ്റേ നമ്മുടെ ഗ്രാമ്പൂവും പട്ടയെല്ലാം കൂടെ എടുത്ത് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വന്നിട്ട് ഇട്ട് വഴറ്റുക. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറി കേട്ടോ. അപ്പോഴത്തേനും ഏകദേശം സമയം 8:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തക്കാളി അരിഞ്ഞ് ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് ഇതിനകത്തൊരു തക്കാളിയും കൂടെ ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ മോൻ കരഞ്ഞിട്ട് മോനെ ഉറക്കാനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിക്കറിയുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തക്കാളിയും ഏകദേശം ഇതായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടിയൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതും സെറ്റാവുമല്ലോ. പിന്നെ പൊറോട്ട ചുടുന്നത് ഓൾറെഡി ഇൻസ്റ്റൻറ്റ് പൊറോട്ട ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. പിന്നെ അടിക്കുന്ന പണിയാണ്, അത് ഏട്ടൻ്റെ പണിയാട്ടോ. അടിക്കലൊക്കെ പൊറോട്ട അടിക്കലൊക്കെ അത് ഏട്ടൻ അങ്ങ് ചെയ്തോളും. അപ്പം ഞാൻ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഇച്ചിരി ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കാം കേട്ടോ. ഒന്ന് കുറുക്കി എടുക്കാം. ഇത് ഇപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടല്ലോ. ആകെ 5 ചപ്പാത്തിയുടെ പാക്കറ്റായിട്ട് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് 5 ചപ്പാത്തിയുടെ പാക്കറ്റ് ആവുള്ളൂ. 10ൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പം 5 എണ്ണേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം അതിനുള്ള ഉള്ളിക്കറി മതിയല്ലോ. അപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് ഞാൻ ആക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പറ്റി കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ ഉള്ളിക്കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും എല്ലാവർക്കും കാണാനൊന്നും ഇഷ്ടമായിരിക്കത്തില്ല കേട്ടോ. ഞാനിങ്ങനെ നമ്മൾ വീട്ടിൽ ഇരുന്ന് സാധാരണപ്പെട്ട ജീവിതമല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പല്ല് തേപ്പിൽ തന്നെ തുടങ്ങി പല്ല് തേപ്പിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തി കഴിക്കുന്നൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ ബ്രഷ് ചെയ്യലാണല്ലോ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്ത് തന്നിട്ട് അവസാനിപ്പിക്കാം. എല്ലാവരും അവിടെ കളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സമയം ഇപ്പം 10:30 ആയിട്ടുണ്ട്. എങ്കിൽ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. അമ്മ കൊച്ചാണിച്ച് ഇങ്ങോട്ട് നോക്ക് കൊച്ചാണിച്ച്.